നമ്മൾ ഉപനിഷത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എല്ലാവരെയും അറിയിക്കുകയും ഒരു കൂട്ടായ തീരുമാനത്തിന് വേണ്ടി പറയുകയാണ്. കൂട്ടായ തീരുമാനം എന്ന് പറയുമ്പോൾ ഇവിടെ ആശ്രമത്തെ സംബന്ധിച്ച് വല്ലോറക്കാവ് ക്ഷേത്ര സമിതിയുണ്ട്, അല്ലെങ്കിൽ ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, ഔപചാരിക സ്വഭാവമായിട്ട്. എങ്കിലും ആശ്രമത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇവിടെ വേദാന്ത ക്ലാസിൻ്റെ പങ്കെടുക്കുന്ന സജ്ജനങ്ങൾ, അതുപോലെ ഓരോ ആശ്രമങ്ങളിലും പങ്കെടുക്കുന്ന സജ്ജനങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെയുള്ള സജ്ജന സമൂഹമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അതുകൊണ്ടാണ് അറിയിക്കുകയും ചില തീരുമാനങ്ങൾക്ക് വേണ്ടിയും എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ആശ്രമം ആരംഭിച്ചത് മുതൽ നവരാത്രി കാലത്ത് അഖണ്ഡ നാമജപമാണ് പതിവ്. ആദ്യത്തെ 2 വർഷങ്ങൾ അഷ്ടമി നവമി മാത്രമായിരുന്നു. ദശമിക്ക് ഉദയത്തിന് തീരുന്നത് പോലെയായിരുന്നു. പിന്നീട് നവരാത്രി പൂർണ്ണമായിട്ട് പ്രഥമ ഉദയം മുതൽ ദശമി ഉദയം വരെ അഖണ്ഡ ജപം എന്ന രീതിയിലാണ് നടന്നു പോരുന്നത്. അപ്പോൾ ഈ പ്രദേശം കൊളത്തൂർ ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കപ്പെട്ടത് പൂജനീയ ഗുരുവരാനന്ദ സ്വാമികളുടെ വരവോട് കൂടിയിട്ടാണ്. 1966 ജൂൺ മാസത്തിൽ ഗുരുവരാനന്ദ സ്വാമികൾ കൊളത്തൂർ എത്തിയതോടുകൂടിയാണ് കൊളത്തൂർ ക്ഷേത്ര പുനരുദ്ധാരണം, പിന്നെ റോഡ് നിർമ്മാണം, എല്ലാ റോഡുകളും, അതുപോലെ വാഹനങ്ങൾ കൊണ്ടുവന്നത്, ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നത്, ടെലിഫോൺ കൊണ്ടുവന്നത്, സ്കൂള് കൊണ്ടുവന്നത്, എല്ലാം. സ്കൂൾ എന്ന് പറഞ്ഞാൽ UP സ്കൂൾ ആദ്യമേ ഉണ്ട്, പക്ഷേ ഹൈസ്കൂള്, അതുപോലെ പല പ്രവർത്തനങ്ങളും. അപ്പോൾ സ്വാമിജി വന്നത് മുതൽ ഇവിടെ എല്ലാ സന്ദർഭങ്ങളിലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രമാണ്. ശിവരാത്രി ആയാലും കൊള്ളാം, നവരാത്രി ആയാലും കൊള്ളാം, ശ്രീകൃഷ്ണജയന്തി ആയാലും കൊള്ളാം, മണ്ഡലകാലമായാലും കൊള്ളാം, കർക്കിടകമായാലും കൊള്ളാം, അതാണ് മന്ത്രം. അപ്പോൾ കൊളത്തൂരത്തെ ജനങ്ങൾ അതുമായിട്ടാണ് ചേർന്നിട്ടുള്ളത്. അതിനനുസൃതമായിട്ട് നമ്മളും ഇവിടെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിവരാത്രിക്ക് വലിയൊരു മാറ്റിപ്പിടുത്തം, ഇത് ഓം നമ ശിവായ എന്നുള്ളതിലേക്കാക്കി. അതുപോലെ ഒരു മാറ്റിപ്പിടുത്തത്തിനല്ല ഇനി പറയാൻ പോണത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഒരു സങ്കല്പം ഉണ്ടായി, അടുത്തത് മുതൽ നമുക്ക് നവരാത്രിക്ക് അഖണ്ഡ സഹസ്രനാമ അർച്ചനയാക്കാം. അതിവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല. ഏതായാലും ഇവിടുത്തെ കമ്മിറ്റിയിൽ ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രായോഗികമായ പദ്ധതി എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഇതുവരെ അതിൻ്റെ ഒരു പ്രചാരമോ പ്രവർത്തനമോ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ, സങ്കല്പം 2 തരത്തിലാണ്. ഒന്ന്, നമ്മൾ
ഒരു ഏറെക്കുറെ അങ്ങനെ ഉണ്ടല്ലോ. ഏതുപോലെ സ്വാമി മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു കിട്ടും, ഏകദേശം സ്വാമീൻ്റെ സങ്കല്പമൊക്കെ വേണം. എന്നാ കല്യാണം? അല്ല, നിശ്ചയിച്ചിട്ടില്ല, നിശ്ചയം അടുത്ത മാസമാണ്. മനസ്സിലായില്ല? അങ്ങനെ പറയാറില്ല. വേണമെന്ന് നിശ്ചയിച്ചു, പരസ്പരം രണ്ടുപേരും കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ട് വീട്ടുകാരും ഇഷ്ടപ്പെട്ടു, ഉറപ്പിച്ചു. നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കുന്നത് അടുത്ത മാസം, അന്ന് നാളെ ഡേറ്റ് നിശ്ചയിക്കുള്ളൂ. അപ്പോൾ പിന്നെ ആദ്യം നിശ്ചയിച്ചു പറഞ്ഞോ? കള്ളമാണോ? അല്ലയോ? കള്ളമല്ല. അത് തീരുമാനിച്ചു, അത് നിശ്ചയിച്ചു, സങ്കല്പിച്ചു. അപ്പോൾ അതിന് നിശ്ചയത്തിന് തന്നെ 2 ഘട്ടങ്ങൾ. അതുപോലെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തോളാം എന്ന് നമ്മൾ സങ്കല്പിക്കുകയല്ല. എന്നാലും ആദ്യത്തെ ഒരു സങ്കല്പം ചുരുങ്ങിയത് 1 കോടി അർച്ചന വേണമെന്നാണ് സങ്കല്പം. പുറത്ത് പറയുന്നില്ല എന്നർത്ഥം. അതായത് പുറത്ത് പറയുകയാണ്. പുറത്ത് പറയണോണ്ടാണല്ലോ ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തേതല്ല എന്നർത്ഥം. ഇത് ഇത്രാം തീയതി എൻ്റെ മോൻ്റെയും മോളെയും വിവാഹമാണെന്ന് കത്തടിച്ചു കൊടുക്കണമെങ്കിൽ നിശ്ചയിക്കണം. ആ നിശ്ചയം ആയിട്ടില്ല എന്നർത്ഥം. ആദ്യത്തെ ഘട്ടത്തിലെ നിശ്ചയം 1 കോടി ചുരുങ്ങിയത് വേണം. ചുരുങ്ങിയത് അങ്ങനെ വേണമെങ്കിൽ 1 കോടി പറഞ്ഞാൽ 1,20,00,000 വേണം, അല്ലെങ്കിൽ 1,4 കോടിയെങ്കിലും വേണം. ആ കാല് കൂട്ടണ്ട, എന്നാലും 1 കോടി വേണം. അതിനുള്ളൊരു പദ്ധതിയാണ് ഇനി പറയാൻ പോണത്. നമ്മളിവിടെ പ്രഥമ ഉദയം മുതൽ ദശമി ഉദയം വരെ അഖണ്ഡ അർച്ചന നടത്തുക. അത് ഒരാൾ ചൊല്ലിക്കൊടുത്തിട്ട് വേറൊരാൾ ഏറ്റു ചൊല്ലുകയല്ല, പകരം എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കൊണ്ട് അർച്ചിക്കുക. മറ്റത് 2 മണിക്കൂറിലധികം പിടിക്കും. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ചൊല്ലി അർച്ചിക്കുക. അതിനെല്ലാവർക്കും പുസ്തകം കൊടുക്കുക. കണ്ഠസ്ഥമായിട്ട് ഹൃദയസ്ഥമായിട്ട് അറിയുന്നവർക്കൊക്കെ ചൊല്ലാം. ഇപ്പോൾ പങ്കെടുക്കുന്നവർക്ക് ഇനി ആ കാലം ആവുമ്പോഴത്തേക്കത് പരിശീലിക്കാം. ഇനി ഞങ്ങൾക്ക് പുസ്തകമൊന്നും വായിക്കാൻ അക്ഷരം അറിയില്ല, അങ്ങനെയുള്ളൊരു ഇഷ്ടം പോലെ ഉണ്ടാവും. അക്ഷരം അറിയില്ല, കുഴപ്പമില്ല. ഓം നമ ചൊല്ലാനൊരു പ്രശ്നമില്ലല്ലോ. ബാക്കിയുള്ളത് എല്ലാവരും ചൊല്ലുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് ഈ അർച്ചന ചെയ്താൽ മതി. അത് തന്നെ ഓം നമ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം അവർ ചൊല്ലിക്കോട്ടെ മനസ്സിൽ. ഓം മഹാദേവി നമാന്നോ, അല്ലെങ്കിൽ ഓം ശ്രീമാത്രേ നമാന്നോ, എന്തെങ്കിലും എഴുതിക്കോട്ടെ, അത് കുഴപ്പമില്ല. അങ്ങനെ സാമാന്യമായിട്ട് അർച്ചിച്ചാൽ ഒരു 62 മിനിറ്റ് ഒക്കെയാണ് വേണ്ടത്. നമ്മളത് കുറച്ചും കൂടി പതുക്കെയാക്കുന്നു. ഒരു 70 മിനിറ്റ്. പിന്നെ എഴുന്നേൽക്കാനും ഇരിക്കാനുമുള്ള സമയം 72 മിനിറ്റ്. 72 മിനിറ്റാണ് ഒരു അർച്ചനാ സമയം വെച്ചിട്ടുള്ളത്. അങ്ങനെ വയ്ക്കുമ്പോൾ 20 പ്രാവശ്യമാണ് ഒരു ദിവസം അർച്ചന നടക്കുക. 24 മണിക്കൂറിൽ 20 പ്രാവശ്യം. ആ 20 പ്രാവശ്യം 64 പേര് അർച്ചന ചെയ്യണം. 64 പേര് വരാൻ നിശ്ചയിച്ചു. പനിയായി, തലവേദനയായി, കാലൊന്ന് വെച്ച് കുത്തി, അല്ലെങ്കിൽ കാറ്റുപോയി, ഇങ്ങനെയൊക്കെ വരാലോ. എന്തും വരാം, മനുഷ്യനല്ലേ. അപ്പം അതുകൊണ്ട് 6 പേര് സ്റ്റെപ്പിന് 64 + 6 70. കാര്യങ്ങൾ നടത്താൻ 5 പേര് സേവകന്മാർ, ധാരാളം. സേവകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗമല്ല, ആരും ആവാം എന്നർത്ഥം. ആണ് പെണ്ണ് നപുംസകം ഇത്യാദി വ്യത്യാസമൊന്നുമില്ല. 5 പേര് ധാരാളം. അങ്ങനെ 5 പേര് കണക്കാക്കിയാൽ 6 പേർക്ക് എന്തായാലും തടസ്സം ഉണ്ടാവില്ല. 6 പേരെ നമ്മൾ സ്റ്റെപ്പിന് വെക്കുന്നുണ്ട്. ആ 6 പേരിൽ 2 പേരുണ്ടെങ്കിൽ 7 പേരാവും.
ആ 6 പേരും ഉണ്ടെങ്കിൽ ഇത് 11 പേരാവും. അപ്പോൾ സേവകന്മാർ ധാരാളം ഉണ്ടാവും. ഇനി ലിസ്റ്റിൽ ഇല്ലാത്തവർക്കും സേവിക്കാം. ട്രെയിൻഡ് ആയിരിക്കണം എന്ന് മാത്രം, മുൻപ് അതിനുള്ള ക്ലാസ് പങ്കെടുക്കണം എന്ന് മാത്രം. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് മാത്രം. അങ്ങനെ 75 പേരെയാണ് നമുക്ക് ഒരു ബാച്ചിൽ വേണ്ടത്. അങ്ങനെ 20 ബാച്ച് ഒരു ദിവസം, അങ്ങനെ 10 ദിവസം. അപ്പം എത്ര ആളായി? 15,000 ആൾ വേണം. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ 10 ദിവസവും ഒരു പ്രാവശ്യം അർച്ചിക്കാന്ന് പറഞ്ഞാൽ 10 ആളായില്ലേ. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ 10 ദിവസവും ഒരു 5 പ്രാവശ്യം അർച്ചിക്കാം. അപ്പം 50 ആളായില്ലേ. അങ്ങനെ 15,000 മതി, അല്ലാണ്ട് 15,000 ആൾ വേണ്ട. അപ്പം ഏകദേശം നമുക്കൊരു 2,000-3,000 ആളുണ്ടെങ്കിൽ, ഒരു 500-600 ആൾക്കാരുണ്ടെങ്കിൽ, ഒരു 500 ആളുണ്ടെങ്കിൽ 15,000 ആവുന്ന അഭിപ്രായം. പറഞ്ഞ ഭാഷ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കും. ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാലും സാധിക്കുന്ന അർത്ഥം. അപ്പം അതിന് നല്ല വിപുലമായ പ്ലാനിങ് ആവശ്യമുണ്ട്. കുളത്തൂർ അടിസ്ഥാനമാക്കി കോഴിക്കോട്, പിന്നെ നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇനി അറിയിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ കൊടുത്ത് താല്പര്യമുള്ളവർ, അതിന് പരിധിയില്ല, അത് ലോകത്ത് എവിടുന്നും ആവാം. ഒരാൾ പറയാം അമേരിക്കയിൽ നിന്ന് 10 ദിവസത്തേക്ക് ഞാൻ അവിടെ വന്ന് താമസിക്കുകയാണ് അർച്ചന ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സന്തോഷം, അങ്ങനെ ആവാം, ലോകത്ത് എവിടുന്നും ആവാം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ആശ്രമത്തിൻ്റെ ശാഖകളുള്ള സ്ഥലത്തുള്ളവർ പ്രത്യേകിച്ച് ഉത്സാഹിക്കണം, അല്ലേ? അത് വേണ്ടേ? അത് വേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട്, മാത്തറ, നടുവണ്ണൂർ, വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ, കാഞ്ഞങ്ങാട്, മട്ടന്നൂർ, കണ്ണൂർ എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ, കാഞ്ഞങ്ങാട്, വയനാട് മീനങ്ങാടി, പിന്നെ മലപ്പുറം പാണ്ടിക്കാട്, പാലക്കാട് മാത്തൂർ, കൊല്ലം കുഴിയം, തിരുവനന്തപുരം, ഗുജറാത്തിൽ മാധവാനന്ദ ആശ്രമം, അഹമ്മദാബാദ്, ഇത്രയും സ്ഥലത്ത് ആശ്രമമുണ്ട്. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നിശ്ചിത ആൾക്കാരെ, അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഇത്രയ്ക്കായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മറ്റേ അതിനേക്കാൾ കുറയ്ക്കാൻ വയ്യല്ലോ. സത്യാനന്ദ സ്വാമി മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശാരദയിൽ നിന്ന് ഞങ്ങളൊരു 100 ആൾ വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ആത്മകന്യ 5 ആൾ എന്ന് പറയുക? അപ്പോൾ അവിടുന്ന് ഒരു 100 ആൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒക്കെ സുഖമായി. അപ്പം അത് ഒരു പ്ലാനിങ് വേണം. ഇവിടെ ഒന്നായിട്ട് 1000 ആൾക്കാർ വന്നിട്ട് ഒരു കാര്യവുമില്ല. കാര്യമില്ല എന്ന് മാത്രമല്ല, ഉപദ്രവമാണ്. കാരണം അവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കണം, ഭക്ഷണം ഏർപ്പാടാക്കണം. ഭക്ഷണം പിന്നെ പ്രശ്നമില്ല വെച്ചോളൂ, ഭക്ഷണം ഇന്ന് വരെ ഒരു പ്രശ്നവും ഇല്ലാതെ. എന്നാൽ താമസ സൗകര്യം ഏർപ്പാടാക്കണം. ഇത് പകൽ വന്ന് പോകുന്നവർക്കോ വേണ്ട, താമസ സൗകര്യം വേണ്ട, പകൽ വന്ന് പോകുന്നവർക്കോ. അപ്പം അതിൻ്റെ ഒരു ആരംഭം കുറിക്കുകയാണ്. ഒരു ഫോറം തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങുകയാണ് ഇപ്പോൾ. ഇതാണ് തുടക്കം. ഇത് വേറെ ഇവിടെ ഉണ്ടാക്കാനുണ്ട്, വേറെ ഫോറം ഇവിടെ ഉണ്ടാക്കും, ടൈം അലോക്കേഷനൊക്കെ വേറെ ചെയ്യും. ഇത് നമ്മൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നവരാത്രി, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കൈൻഡ്ലി ഫിൽ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മലയാളത്തിൽ പേരെഴുതിയിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതുമ്പം ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റി വരും. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളത്തിൽ പറയുമ്പോൾ മഹാ അപകടമായി എന്ന് വരും. ഇന്നലെ ഇവിടെ വ്യാകരണം പറഞ്ഞപ്പോൾ ഈശ്വരൻ്റെ പര്യായമാണ് പപി, പാതി ലോകാനിധി പപി, അങ്ങനെ പപി ശബ്ദം പഠിക്കുക. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഒക്കെ സന്തോഷം. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരാൾക്കൊരു സംശയം എന്താ വെച്ചാൽ, പപി ഈശ്വരനാണെങ്കിൽ എന്താണ് നമ്മൾ കുട്ടികൾക്കൊന്നും പപി എന്ന് പേരിടാത്തത് എന്നൊരു സംശയം. ഞാൻ ചോദിച്ചു, ശരി പേരിടാം. അവന്ന് ഇംഗ്ലീഷിൽ എഴുതുക PAPI, എന്താ വായിക്കുക? പാപി. എന്താ എഴുതിയത്? പപി. വായിക്കുക പാപി.
എല്ലാവരും ആ കുട്ടീനെ കളിയാക്കും, മഹാഭാവി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തെറ്റ് വരരുത്. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ ചില ആൾക്കാരെ സ്മോൾ ലെറ്ററിലുള്ള എഴുത്ത് വായിക്കുക എളുപ്പമല്ല. അതിൽ ഏറ്റവും വലിയ തമാശ ഉണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ഞാൻ കണ്ടതിൽ വെച്ച്, അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തമാശയാണ്. എത്ര നേരം ചിരിച്ചതെന്ന് കണക്കില്ല. സുകുമാർ അഴീക്കോടിനുള്ള കത്താണ്. എടാ തത്വമസി എന്നാണ് തുടക്കം. നിന്റെ കത്ത് കിട്ടി, തിരിച്ചും മറച്ചും ചെരിച്ചും വായിച്ചു. ഒരക്ഷരവും മനസ്സിലാവാത്തതിനാൽ നമ്മുടെ പ്രിയ പത്നിക്ക് കൈമാറി. അവൾ ചെരിച്ചും ഒടിച്ചും മറച്ചും വായിച്ചു. ഒരക്ഷരവും മനസ്സിലാവാത്തതിനാൽ സഖാവ് സുലോചനയ്ക്ക് കൊടുത്തു. ഒന്നും മനസ്സിലായില്ല. അടുത്ത മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു. 10 ഗുളിക കിട്ടി. അത് കിട്ടിയതോടുകൂടി, അത് കഴിച്ചതോടുകൂടി സഖാവ് സുലോചനയുടെ തലവേദന മാറി. നിനക്ക് നന്ദി. നീ എന്നാണ് കോഴിക്കോട് ഭാഗത്ത് വരുന്നത്? നിശ്ചയമായും സുൽത്താനെ കാണാൻ വരണം. ഇതാണ് കത്ത്. എന്തൊരു മനോഹരം, എന്തൊരു ഭംഗിയാ കത്തിന്. എന്ത് ആലോചിച്ച് നോക്കൂ. ഇതാണ് ചിലരുടെ അക്ഷരത്തിൻ്റെ, കയ്യക്ഷരത്തിൻ്റെ കുഴപ്പം. മനുഷ്യന് മനസ്സിലാവില്ല, പക്ഷെ മെഡിക്കൽ ഷോപ്പുകാർക്ക് മനസ്സിലാവുന്നതാണ്. മെഡിക്കൽ ഷോപ്പുകാർക്ക് മനസ്സിലാവുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്. അതുകൊണ്ട് ആരും സ്മോൾ ലെറ്ററിൽ എഴുതരുത്, മലയാളത്തിൽ എഴുതരുത്. ഇനി മലയാളത്തിൽ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രാഘവൻ എന്നൊക്കെ മലയാളത്തിൽ എഴുതിയാൽ കുഴപ്പം നമുക്ക് മനസ്സിലായി. ചില വിഷമമുള്ള പേരൊക്കെ ഉണ്ടല്ലോ, ഇത് അതൊക്കെ മലയാളത്തിൽ എഴുതിയാൽ ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എന്താണെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഏറെ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അതിനാണ്. അപ്പോൾ പേര്, ഫോൺ നമ്പറിൽ വാട്സപ്പിൽ നിന്ന് മിക്കവാറും ആൾക്കാർക്കുണ്ട്. അപ്പോൾ വാട്സപ്പ് ഉള്ള നമ്പറാണ് എഴുതാൻ ഏറ്റവും യോഗ്യം. അപ്പോൾ ഒരാൾക്ക് വാട്സപ്പ് ഇല്ല, അതുകൊണ്ട് നമ്പർ എഴുതാതിരിക്കരുത്. മൊബൈൽ നമ്പർ എഴുതണം. പിന്നെ ദുർലഭം ചിലർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. ഉണ്ടെങ്കിൽ അവർ ലാൻഡ് ഫോൺ എഴുതണം. ഇതിൽ വാട്സപ്പ് നമ്പർ എന്ന് എഴുതിയതുകൊണ്ട് വാട്സപ്പ് ഇല്ലാത്ത ആൾക്കാർ നമ്പർ എഴുതരുത് എന്നല്ല. ഫോൺ നമ്പർ നിർബന്ധമായിട്ട് വേണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. വീട്ടുപേര്, സ്ഥലം, ജില്ല ആൻഡ് പിന്നെ നിശ്ചയമായിട്ട് എഴുതണം അഡ്രസ്സിൽ. കൂടെ പങ്കെടുക്കുന്നവരുടെ എണ്ണം. ഞാൻ ഒരു 10 പേരെ കൊണ്ടുവരാം. പിന്നെ കൊണ്ടുവരാതിരിക്കരുതേ. സാധിക്കാത്തവർ എഴുതരുത്, പരിപാടി പൊളിഞ്ഞു പോകും. പക്ഷെ ഉറപ്പുണ്ടെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഞാൻ 2 പേരെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. അതൊരു ഒരു 3 വയസ്സ് തൊട്ടുള്ള കുട്ടികളാവാം, ഇല്ലേ? ആയിക്കൂടാ? എന്താ അഭിപ്രായം? ഇല്ല, പറ്റില്ലേ? പറ്റേണ്ടതാണ്. 5 അതല്ല, ഇവളൊക്കെ ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. അത് കഴിയണ കുട്ടികൾ, അത്രയേ ഉള്ളൂ. പ്രായം നോക്കണ്ട, കഴിയണ കുട്ടികൾ. മറ്റ് വിവരങ്ങളുണ്ട്. അതെന്തെങ്കിലും എഴുതണമെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ അത് ഒഴിച്ചിടണം. അത് ഒഴിച്ചിട്ടാൽ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അവരെ അതിപ്പോൾ ഞാൻ സേവകനായിട്ട് ആവാം, അർച്ചനയ്ക്ക് വരാം, അല്ലെങ്കിൽ എന്നെ സ്റ്റെപ്പിനിയാക്കി വെക്കാം. ഇങ്ങനെ 3 ആവാം. ആവാലോ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാർട്ടുണ്ട്. ഈ ചാർട്ടിൽ സെപ്റ്റംബർ 22 രാവിലെ 6 മണി മുതൽ ഒക്ടോബർ 2 4:48 വരെ ഉള്ള സമയങ്ങളുണ്ട്. ഈ സമയം ഓരോ അർച്ചനയും തുടങ്ങുന്ന സമയമാണ്. ഓരോ അർച്ചനയും തുടങ്ങുന്ന സമയമാണ്. ഒരു അർച്ചനയുടെ സമയം 72 മിനിറ്റാണ്. 72 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 70 മിനിറ്റ് കൊണ്ട് തീർക്കും. അവരെഴുന്നേൽക്കും, അടുത്തവരിയ്ക്കും. പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ അർച്ചനയും ആരംഭിക്കുന്ന സമയമാണ് ഇത്. 24 മണിക്കൂർ ഫോർമാറ്റാണ്. ഇനി സമയം കണ്ടിട്ടാരും ഇതെന്താ അങ്ങനെയെന്ന് എഴുതിയേ. 00 ആണ് തുടങ്ങുന്നത്. 00 എന്ന് പറഞ്ഞാൽ എത്രയാണ്? രാത്രി 12 മണി. രാത്രി 12 മണിയാണ് 00. അപ്പോൾ 00, 1:12, 2:24, 3:36,
4:48, 6. അപ്പോൾ 22-ാം തീയതി 6-നേ തുടങ്ങുന്നുള്ളൂ. അതുവരെ എക്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ സമയം എഴുതാതിരിക്കാൻ. അത് വന്നിട്ട് എത്ര വരെ? ഒക്ടോബർ 4:48, ഒക്ടോബർ 2-ാം തീയതി വിജയദശമിയുടെ അന്ന് 4:48 വരെ. 4:48-ൻ്റെ ബാച്ചായിരിക്കും തീർക്കുക. അവർ അർച്ചന കഴിയുന്നതോടുകൂടി അർച്ചന കഴിയും. പിന്നെ ബാക്കി പൂജ ഉപസംഹരിച്ച് സൂര്യോദയം ആകുമ്പോഴത്തേക്ക് വിദ്യാരംഭമാവും. ആ ക്രമത്തിലാണ്. അപ്പം അതുകൊണ്ട് അവനവൻ എത്ര സമയം ആവാം എന്നുള്ളൊരു ടിക്ക് ഇടുക. വേറൊന്നും എഴുതണ്ട. ഇത്ര സന്തോഷമായിട്ട് തന്നിരിക്കുകയാണ്, എളുപ്പം. ഇത് പൂരിപ്പിച്ച് ടിക്ക് ചെയ്യുക. ടിക്ക് ഒറ്റയൊന്നായിട്ട് ആരും ടിക്ക് ചെയ്യരുതേ. ചുരുങ്ങിയത് ഇതിലൊരു 10 ടിക്കെങ്കിലും വേണം. പിന്നെ ഒരു ദിവസം തുടർച്ചയായിട്ട് ആരും ഇരിക്കരുത്. ഒരു സ്ലോട്ട് കഴിഞ്ഞാൽ അടുത്തതിൽ എന്തായാലും ഇറങ്ങി നടക്കണം. അപ്പോൾ ഞാൻ രാവിലെ 6 മണീൻ്റെ ഞാൻ ഇരുന്ന് വെച്ചാൽ പിന്നെ 7:12 ഞാൻ ഇരിക്കരുത്. എനിക്ക് സാധിക്കും സ്വാമി, കുഴപ്പമൊന്നുമില്ലാന്ന്. അത് വേണ്ട. കാല് വേദനയാവണം, പിന്നെ ഒരേ ഇരുന്നാൽ അതൊരു അസ്വസ്ഥതയാണ്. മാത്രമല്ല, ഒരു 72 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അർച്ചനയുടെ ഇടയ്ക്ക് വെള്ളം കുടിയില്ല. അപ്പം അതുകൊണ്ട് ഒന്നിരുന്നാൾ 2-ലിരിക്കരുത്. അയാൾ 3, 4, 5 ഏതോ ആവാം. അങ്ങനെ വേണം പൂരിപ്പിക്കുക. അങ്ങനെ ടിക്ക് ചെയ്ത് ഇവിടെ കൊടുത്ത് നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ എത്ര ആൾക്കാരാണ് പറഞ്ഞത്? 15,000 ആൾക്കാരാവണം. ഇവിടെ തന്നെ ഒരു 1000-കണക്കിന് ആൾക്കാരുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്, ഇല്ലേ? ഒരാൾ ഞാൻ 9 ദിവസം ഉണ്ട് ഇവിടെ തന്നെ കൂടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9 ദിവസമല്ല, 10 ദിവസം ഉണ്ട് ഇപ്രാവശ്യം. 10 ദിവസവും കൂടുക പറഞ്ഞു. എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ സാധിക്കണപ്പോൾ അത് പറ്റില്ല. അത് ആദ്യം മാർക്ക് ചെയ്യണം. സാധിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇതൊരു വ്യക്തമായ പ്ലാനിങ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങിയാലേ വിജയിക്കൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഫോം എടുക്കേണ്ടതാകുന്നു. കൂടുതൽ ഫോം വേണ്ടവർക്ക് പിന്നെ എടുക്കാം. ഇങ്ങനെ കൊളത്തൂരിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ തുടക്കം ഇനി എല്ലാ സെൻറ്റേഴ്സിലും വ്യാപിപ്പിക്കും. അവർക്കൊക്കെ അത് കൊടുക്കും. 1 മാസം കൊണ്ടെങ്കിലും നമുക്കൊരു തീരുമാനത്തിലെത്തണം. എന്നിട്ടാണ് എന്ത് സങ്കല്പിക്കുക. എന്ത് ഇപ്പം സങ്കല്പിച്ചിട്ടില്ലേ? ഇപ്പം ആദ്യത്തെ നിശ്ചയമായിട്ടേ ഉള്ളൂ. രണ്ടാമത്തെ നിശ്ചയം കാരണം എന്താ വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 64 പേര് 20 പ്രാവശ്യം എത്രയായി? 1000 അതില്ലല്ലോ, അത്രക്കൊന്നും ആയിട്ടില്ലല്ലോ. ആയോ? ആയി. 64 × 20 എത്രയാണെന്ന് വെച്ചാൽ അത്ര ഗുണിക്കണം 10. ഗുണിക്കണം 1008. 8 അങ്ങോട്ട് ഒഴിവായിക്കോളൂ. വെറുതെ എന്തിനാ അങ്ങനെ? 1000 3 0 ഇട്ടാൽ മതി. 1 കോടി 20 ലക്ഷത്തി എത്രയോ വരും. 1 കോടി 20 ലക്ഷത്തി എത്രയോ വരും. 28. 1 കോടി 28 ലക്ഷത്തോളം വരും. ആ 28 ലക്ഷം നമ്മളങ്ങോട്ട് ഒഴിവായിക്കളിയാ. ശ്രദ്ധ അല്ലാണ്ട് ചോദിച്ചോലുണ്ടാവും. ഉപദ്രവം ഇവിടെ വന്നു കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചോലുണ്ടാവും. അങ്ങനെ ഒരു 28,000 ഒഴിവാക്കുക. അല്ല, 28 ലക്ഷം. എന്നാലും 1 കോടി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കോടി അർച്ചനയായി. ഇതാണ് സങ്കല്പം. ഈ സങ്കല്പം എടുക്കൽ ഏകദേശം ഒരു ലിസ്റ്റ് ആയതിനു ശേഷം, ഇതാണ് ഇതിൻ്റെ കരട് രൂപം. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ അർച്ചന നമ്മൾ 32 വിളക്ക് ഒരേ വലുപ്പമുള്ളത് മേടിക്കണം. സാധാരണ ഇവിടെ ശിവസഹസ്രനാമ അർച്ചനയ്ക്കൊക്കെ ഓരോരുത്തർ കൊണ്ടുവരികയാണത് പല വലുപ്പമുള്ള വിളക്കാവും. ഇത് അതുപോലെ ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ തന്നെ നടക്കണം. ഒരേ വലുപ്പമുള്ള വിളക്ക് വേണം. 2, എല്ലാവർക്കും ചമ്പ്രം പടിഞ്ഞ് ഇരുന്ന് അർച്ചന ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്പം ഒരു പൊക്കമുള്ള ഒരു സംവിധാനം, വലിയ പൊക്കം ഉണ്ടാവുകയില്ല. അപ്പോൾ വേണമെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കാം, വേണമെങ്കിൽ കാല് നീട്ടി വെക്കാം എന്നുള്ള രീതിയിലുള്ള ഉയരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം.
അത് ബെഞ്ച് വേണോ പ്രത്യേക പീഠങ്ങൾ വേണമോ അതാണ് ചോദ്യം. പീഠം വേണമെങ്കിൽ നമ്മൾ 64 പീഠം ഉണ്ടാക്കേണ്ടി വരും, നല്ലൊരു പൈസ ചിലവാകും. അല്ല ബെഞ്ച് മതിയോ, അല്ല വീഴാത്തൊരു സംവിധാനത്തിൽ ചെറുതായിട്ടൊരു പൊക്കി വെച്ചാൽ മതിയോ പലക വെച്ചിട്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ അപ്പോൾ ഈ വ്യക്തിയേക്കാൾ താണു നിൽക്കരുത് ദീപം, അതൊരു സുഖമല്ല. അപ്പം അതേ ഉയരം ദീപത്തിനും വേണം, അതിനനുസരിച്ച ദീപങ്ങളായിരിക്കണം. ദീപമായി ശുദ്ധമായ എണ്ണ വേണം. അപ്പോൾ 32 വിളക്കുകൾ ഈ 10 ദിവസവും 24 മണിക്കൂറും അങ്ങനെയല്ലേ വേണം. പ്ലസ് പൂജ വേണം, ഒരാൾ കൂടെ പൂജ ചെയ്യണം, അയാൾക്ക് 4-5 വിളക്ക് വേണം. പൂജകനുണ്ടാവും, ഒരു പൂജ ഉണ്ടാവും ഇയാൾ കൂടാതെ. മതിയോ എണ്ണ മതിയോ തിരി മതിയോ? മെയിൻ സാധനം എന്താ? പുഷ്പം. അപ്പം ഇന്ന് മുതൽ തന്നെ വീടുകളിൽ തെച്ചി, ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങൾ, ധാരാളം പുഷ്പം ഉണ്ടാവുന്നതാണ് നന്ദ്യാർവട്ടം. വെള്ള ചുമപ്പ് പുഷ്പങ്ങൾ പരമാവധി നട്ട് വളർത്തുക. തുളസിയാവാം, തുളസിക്കൊരു വിരോധവും ഇല്ല. നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ അരുത് എന്നൊന്നും വേണ്ട. തുളസി ഏത് പൂജയ്ക്കും കേരളീയർ ഉപയോഗിക്കാറുണ്ട്. കേരളീയർ എല്ലാ പൂജയ്ക്കും ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമാമി ശങ്കരം നടന്നപ്പോൾ ഉത്തരഭാരതത്തിൽ നിന്ന് വന്ന സന്യാസി ശ്രേഷ്ഠന്മാരെ ഈ കോഴിക്കോട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് കൊണ്ടുപോയി. എല്ലായിടത്തും ഉചിതമായി സ്വീകരിച്ചു, എല്ലാവരും നല്ല ബഹുമാനപൂർവ്വം. അപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്കൊക്കെ കൊണ്ടുപോയ കൂട്ടത്തിൽ നേതാവ് നമ്മളായിരുന്നു. അങ്ങനെ തളിയിൽ പോയി. അപ്പോൾ ശിവക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഗണപതിയുണ്ട് ശിവനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ സ്വാമിമാർ പ്രസാദം വാങ്ങിയപ്പോൾ ഞെട്ടി, തുളസി കയ്യിൽ. ക്യാ ഹൈ? ആപ് തോ ബതായ ശിവ മന്ദിർ ശിവക്ഷേത്രം നിങ്ങൾ പറഞ്ഞു, പിന്നെ എങ്ങനെ തുളസി പൂജയ്ക്ക്? നമ്മൾ കേരളത്തിൽ തുളസി എല്ലാത്തിനും ഉപയോഗിക്കും. അവർ ഞെട്ടിപ്പോയി, അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിഷയമാണ്. ശിവക്ഷേത്രത്തിൽ തുളസി, വിഷ്ണു ക്ഷേത്രത്തിൽ കൂവളം എന്നുള്ളത് ഉത്തരേന്ത്യയിൽ ചിന്തിക്കാൻ പറ്റില്ല. കേരളത്തിൽ അതും ചിന്തിക്കും, അതിലധികവും ചിന്തിക്കും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്തു ആവാം, എങ്കിലും പുഷ്പാർച്ചനയാണ് കൂടുതൽ സുഖം. അതുകൊണ്ട് പരമാവധി പുഷ്പങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുക. ഈ കൂട്ടത്തിൽ ഇച്ചിരി പുഷ്പങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്ത വീടുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം വിചാരിച്ചാൽ ഇതാ ചെടി കുഴിച്ചിടേണ്ട സമയമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒരു ധാരാളം തെച്ചി, തുളസി, ചെമ്പരത്തി, വെള്ള ചുമപ്പ് പുഷ്പങ്ങൾ കൂടുതൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരൊറ്റയാളും വിഷപുഷ്പങ്ങൾ കൊണ്ടുവരരുത്. വിഷമുള്ള പുഷ്പങ്ങൾ കൊണ്ടുവരരുത്. അത് അവിടെ ഉപയോഗിക്കാണ്ട, അവിടെ ഉപയോഗിച്ചിട്ട് ഇവിടെ വേണ്ട. വിഷപുഷ്പങ്ങൾ വേണ്ട, ഔഷധങ്ങളാണ് വേണ്ടത്. ഔഷധങ്ങളായ എന്ത് പുഷ്പങ്ങൾ വേണിച്ചാൽ കൊണ്ടുവന്നോളൂ. ബാക്കി നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും, അത് മേടിക്കേണ്ടി വരും. പിന്നെ അക്ഷതം ഉപയോഗിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് അതിനെപ്പറ്റി സാമാന്യമായിട്ട് പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ കടലാസ്. എല്ലാവരും എടുക്കുക, പൂരിപ്പിച്ച് കൊടുക്കുക. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കട്ടെ, കൂടെ എത്ര പേരെ പങ്കെടുപ്പിക്കാം. അതുകൊണ്ട് ഇപ്പം ഇന്ന് തിരിച്ച് ആരും കൊടുക്കണ്ടെന്ന് അർത്ഥം. പരമാവധി പേരെ ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. അതുപോലെ പരമാവധി സമയവും ഓരോരുത്തർ നീക്കി വെക്കണം. അത് നോക്കൂ, സെപ്റ്റംബർ 22 ഡേ എഴുതിയിട്ടില്ല, ഡേറ്റ് എഴുതിയിട്ടുള്ളൂ. സെപ്റ്റംബർ 22 തുടങ്ങും, ഒക്ടോബർ 2 അവസാനിക്കും. ഞായറാഴ്ച എന്നാ?
ഒരു ഞായർ കിട്ടുമോ, 2 ഞായർ കിട്ടുമോ? 27 ശനി, 28 ഞായർ. 27 ശനി, 28 ഞായർ, 1 നവമി അവധി, 2 ദശമി അവധി. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതൊരു അവധി ഉണ്ടോയെന്ന് സംശയമുണ്ട് കേട്ടോ. എന്തോ വരുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നൊരു സംശയമുണ്ട്. ഗുരുദേവൻ്റെ സമാധിയോ മറ്റോ വരുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? സംശയമുണ്ട്, ഉറപ്പില്ല കേട്ടോ, നോക്കണം. ശരി, ഏതായാലും കൊള്ളാം.